ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. പ്രിയ പഠിതാക്കളെ നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആത്മോപദേശ ശതകം കൃതിയിലെ 57-ാമത്തെ ശ്ലോകമാണ്. കേൾക്കുക. അലയറുമാഴിയിലുണ്ടനന്തമായാകലയിതു കല്യയനാദികാര്യമാകും സലിലരസാദി ശരീരമേന്തി നാനാവുലഗുരുവായുരുവായി നിന്നിടുന്നു. അലയറുമാഴിയിലുണ്ടനന്തമായാകലയിതു കല്യയനാദികാര്യമാകും സലിലരസാദി ശരീരമേന്തി നാനാവുലഗുരുവായുരുവായി നിന്നിടുന്നു. അലയറുമാഴി, ആഴി തിര, അലയറും തിര ഒഴിഞ്ഞ അല്ലെങ്കിൽ തിര ഇല്ലാത്ത നിശ്ചലമായ കടൽ, അനന്തമായ കല, അവസാനിക്കാത്ത അവസാനമില്ലാത്ത മായാകല, ഇത് കല്യ. ഇത് ഒരു അത്ഭുതമാണ്. അനാദികാര്യം, ആദിയില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന സലില രസാദി, സലില ജലത്തിൻ്റെ ഗുണമായ രസം, ശരീരമേന്തി ശരീരരൂപം കൈക്കൊണ്ട നാനാവുലക്, പലതരത്തിലുള്ള ലോകം, ഉരുവായി ഉരുവായി ഓരോ രൂപമായി ഓരോ രൂപമായി നിന്നിടുന്നു, നിലനിൽക്കുന്നു. തിരയില്ലാത്ത കടൽ നമുക്ക് ആലോചിക്കാൻ വയ്യ. തിരയില്ലാത്ത കടൽ കടലല്ലല്ലോ. കടൽ എന്ന് പറയുമ്പോൾ സദാ തിരകൾ ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. കടലും തിരയും വേർപെടുത്താൻ സാധിക്കില്ല. കടൽ എപ്പോഴെങ്കിലും ശാന്തമായി ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ശാന്തത താൽക്കാലികമായി സംഭവിക്കുന്നതാണ്. സ്ഥിരമായി കടൽ ശാന്തമായി ഇരിക്കുന്നില്ല എന്നത് വാസ്തവമാണ്. എപ്പോൾ വേണമെങ്കിലും കടൽ പ്രക്ഷുബ്ധമാകാനുള്ള മർദ്ദം കടലിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആത്മസാഗരത്തിലും ഇതേപോലെ തന്നെ പ്രക്ഷുബ്ധമാകാനുള്ള മർദ്ദം ഒളിഞ്ഞിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണമെന്നാണ് ഗുരു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്രകാരം ആത്മാവിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യ ശക്തിയെയാണ് മായാകല എന്ന് ഗുരു വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. കല ശരിക്കും ഒരടയാളമാണ്, അല്ലെങ്കിൽ ഒരു പാടാണ്, ഒരു പാട്. ഈ പാട് പ്രപഞ്ച രഹസ്യങ്ങൾ മുഴുവനും ഉള്ളടക്കി വച്ചിരിക്കുകയാണ്. പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നത് ഈ കലയാണ്, അല്ലെങ്കിൽ ഈ പാടാണ്. അതുകൊണ്ടാണ് ഇതിനെ കല്യ എന്ന് പറയുന്നത്. പ്രപഞ്ചമെന്ന് പറയുമ്പോൾ പ്രകർഷേണ പഞ്ചീകൃതമാണ്. 5 ഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത്. 5 ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ മണ്ണ്, ജലം, അഗ്നി, വായു, അമ്പരം, ഇങ്ങനെ 5 ഭൂതങ്ങൾ. ഓരോ ഭൂതത്തിനും ഓരോ ഗുണമുണ്ട്. ഉദാഹരണത്തിന് മണ്ണിൻ്റെ ഗുണം ഗന്ധമാണ്, ഗന്ധം.
വെള്ളത്തിൻ്റെ ഗുണം രസമാണ്. അഗ്നിയുടെ ഗുണം രൂപമാണ്. വായുവിൻ്റെ ഗുണം സ്പർശമാണ്. ആകാശത്തിൻ്റെ ഗുണം ശബ്ദമാണ്. ഈ പഞ്ചഭൂതങ്ങളും അവയുടെ ഗുണങ്ങളും ചേർന്നാണ് പ്രപഞ്ച ജീവജാലങ്ങൾ ആവിർഭവിക്കുന്നത്. ഈ പ്രക്രിയ ഇങ്ങനെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ്. യാതൊരു തടസ്സവുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ഈ പ്രപഞ്ച രഹസ്യം എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതോടൊപ്പം നമ്മളും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം കൂടി ഇതിൽ ഗുരു വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ്. ക്ലാസ് നല്ലപോലെ കേൾക്കുക. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.